സാർ നമസ്കാരം. നമസ്കാരം. വീണ വിജയന്റെ പേരിലുള്ള മാസപ്പടി കേസ് മറ്റൊരു വഴിത്തിരിവിലെത്തിയിരിക്കുന്നു. ഇ ഡി 2 തവണയാണ് വീണ വിജയന്റെ തിരുവനന്തപുരത്തും അതുപോലെ പിണറായി വിജയന്റെ പിണറായിയിലുള്ള വീട്ടിലും റെയ്ഡ് നടത്തിയത്. 2 തവണ വീണ വിജയനെ ഏതാണ്ട് 10 മണിക്കൂർ നേരത്തിലധികം ചോദ്യം ചെയ്തു. അവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ കണ്ടെടുത്തു. ബാങ്കിലെ അക്കൗണ്ട്സ്, ബാങ്കിലുണ്ടായിരുന്ന പണം മരവിപ്പിച്ചു. ഇതുപോലെ തന്നെ ഇപ്പോൾ നിർണായകമായ മറ്റൊരു റെയ്ഡ് കൂടി നടന്നിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട 4 പേരുടെ ഫ്ലാറ്റ്, വീട് എന്നിടങ്ങളിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നു. വെളുപ്പിന് 6 മണിക്ക് മുതലാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടങ്ങളിൽ നിന്നെല്ലാം റെയ്ഡ് നടത്തുന്നതിനാവശ്യമായ വിവരങ്ങൾ ലഭിച്ചത് വീണ വിജയന്റെ ഫോണിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ ഒരു ഡയറിയും ഇ ഡി കഴിഞ്ഞ റെയ്ഡിൽ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ലേക്കർ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള നിലവിൽ ഇപ്പോൾ പ്രവർത്തിക്കാത്തൊരു കമ്പനിയുടെ മേൽവിലാസവും അതിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഡയറിയിൽ നിന്ന് കണ്ടെടുത്ത പേരുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡി റെയ്ഡ് നടത്തുന്നത്. അതിൽ മുഹമ്മദ് റിയാസിന്റെ വലങ്കൈ എന്ന രീതിയിൽ മുഹമ്മദ് റിയാസ് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ പ്രവർത്തിച്ചിരുന്ന ഒരു നിഖിൽ, പിന്നെ മറ്റൊരു നന്ദുലാൽ എന്നിവരുടെ ഫ്ളാറ്റുകളിലും വീടുകളിലുമാണ് ഇപ്പോൾ 4 ഇടങ്ങളിലായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റെയ്ഡിനൊടുവിൽ നിർണായകമായ ചില തീരുമാനങ്ങളിലേക്ക് ഇ ഡി പോകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ചില നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ വിലയിരുത്തുന്നത്? പലനാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള വാർത്തയാണ്. ക്രൈമിൻ്റെ ഓഫീസ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത റിയാസിൻ്റെ കൂടെ വന്ന സിൽബന്ദികളാണ്, ഗുണ്ടാ മാഫിയ ടീമാണ് ഇപ്പോൾ അവരുടെ വീടുകളാണ് റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഖില്, അതിൽ നന്ദുലാൽ തുടങ്ങിയുള്ള ആളുകളെല്ലാം തന്നെ റിയാസിൻ്റെ കൂട്ടാളികളുമാണ്. ഇത്തരം ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആൾക്കാരാണ്, തട്ടിപ്പുകളിൽ പങ്കാളികളുമാണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പുറമെ വന്ന വിവരം എന്താണ്? ഈ കരിമണൽ കർത്തയുമായിട്ടുള്ള മാസപ്പടി വിവാദം എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല എന്നുള്ള വിവരമാണ് എനിക്കുള്ളത്. എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന വിവരപ്രകാരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ വർക്കുകളിലെല്ലാം തന്നെ കമ്മീഷൻ കൈപ്പറ്റിയിരുന്നത് അതിന് വീണ വിജയനാണ് നേതൃത്വം കൊടുത്തിരുന്നത്. ഓരോ കോൺട്രാക്ടർമാരും ക്ലിഫ് ഹൗസിൽ ചെന്ന് വീണ വിജയനെ കണ്ട് അതിൻ്റെ എമൗണ്ട് നിശ്ചയിച്ചിട്ടാണ് വർക്ക് ഏറ്റെടുത്തിരുന്നത്. കൃത്യമായി പറഞ്ഞ് 100-200 കോടി രൂപ വാങ്ങിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ കിട്ടിയ പണം പങ്കുവെച്ചതാണ് ആർക്ക്? നിഖിലിനും അതേപോലെ നന്ദുലാലിനടക്കമുള്ള ആളുകൾക്ക് എന്നുള്ളതാണ് വിവരം. എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത്? അതിന് 2 വഴിക്കാണ് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി രേഖാമൂലം കിട്ടുന്നത്. ഒന്ന്, വീണ വിജയൻ്റെ മൊബൈൽ റെക്കോർഡിൽ അതിൽ ക്ലൗഡിൽ സൂക്ഷിച്ചു വെച്ച രേഖകൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. പിണറായി വിജയൻ്റെ വിദേശത്തുള്ള കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ അവകാശികൾ ആരാണിപ്പോൾ? പിണറായി വിജയൻ്റെ മക്കളാണ്. വീണ വിജയനും അതേപോലെ വിവേക് തൈക്കണ്ടിയുമാണ്. വിവേക് തൈക്കണ്ടി ഇപ്പം അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ ഡയറക്ടറാണ്. ഡയറക്ടർ ആവണമെങ്കിൽ ആരാവണം? അത്രയും പണം ആ ബാങ്കിൽ നിക്ഷേപം ഉണ്ടാവണം. അപ്പോൾ അത്രയും നിക്ഷേപമുള്ള ഒരു വ്യക്തിയാണ് ലോകത്തിലെ, കേരളത്തിലെ ഏറ്റവും വലിയ ധനികനൊക്കെ ആയിരിക്കാം വിവേക് തൈക്കണ്ടി. എന്തായാലും ഒരു ബാങ്കിൽ ജോലി എടുത്തുകൊണ്ടൊന്നും അത് കിട്ടാൻ പോണില്ലല്ലോ. ആ വഴിക്ക് അത് രണ്ടാമത് മകളുടെ ഇതെല്ലാം ആർക്കൊക്കെ എവിടേക്ക് കൊടുത്തു, പണം കിട്ടുന്ന അതിൻ്റെ ഫുൾ വിവരങ്ങളാണ് വീണ വിജയൻ്റെ മൊബൈലിലുണ്ട്, ക്ലൗഡിലുണ്ടായിരുന്നത്. ഈ ക്ലൗഡ് തുറക്കണമെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ പ്രോസസ്സ് വേണം. എൻഫോഴ്സ്മെൻറ്റ് ഇത് തുറക്കുന്നതിന് വലിയ തടസ്സമൊന്നുമില്ലല്ലോ. ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. അതിൻ്റെ ഭാഗമാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കോൺട്രാക്റ്റ് പണിയിൽ കൂടി തട്ടിയ കോടികളുടെ കമ്മീഷൻ അത് പങ്കുവെച്ചിട്ടുള്ള, അതുപോലെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് പങ്കുവെച്ചുള്ള കമ്മീഷൻ, അത് പണം കിട്ടിയതിൽ ഒരു ഓഹരി മാത്രമാണ് നന്ദുലാലിനും അതേപോലെ നിഖിലിനടക്കമുള്ള ആളുകൾക്ക് പോയിട്ടുള്ളത് എന്നാണ് സത്യം. ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് അവരുടെ 2 വീടുകളും റെയ്ഡ് ചെയ്തുകൊണ്ട് 4 പേരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ റെയ്ഡുകൾ നടക്കാൻ പോകുന്നു എന്ന് മാത്രമല്ല, ഈ റെയ്ഡ് എത്തിച്ചേരാൻ പോകുന്നത് അവസാനം മുഹമ്മദ് റിയാസിൻ്റെയും പിണറായി വിജയൻ്റെയും വീണ വിജയൻ്റെയും അറസ്റ്റോടെ ആയിരിക്കും എന്നുള്ള ലെവലിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡൽഹിയിൽ നിന്ന് പണ്ടേ പോലെ പിണറായി വിജയൻ്റെ കാര്യങ്ങൾക്ക് ഒരു അനുകൂല കാര്യങ്ങൾ വരുന്നില്ല, സഹായം കിട്ടുന്നില്ല. കാരണം ഇനി പിണറായി വിജയനെയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് അമിത്ഷായുടെ നിലപാട്. ഇന്നലെ വരെ കൊണ്ടുനടന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം, കേരളത്തിൽ കോൺഗ്രസ് വരാൻ പാടില്ല, അതിന് BJP എന്തായാലും വരില്ല, അപ്പം പിണറായി എങ്കിലും ഇവിടെ ഭരിക്കട്ടെ എന്നുള്ള ധാരണയും പിണറായിയും
BJP നമ്മളെ ധാരണ പ്രകാരമാണ് ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. ഇനി ഒരു വിഴുപ്പുപാണ്ഡം പോലെയുള്ള ഒരു വസ്തുവിനെ എന്തിന് താങ്ങിയിട്ട് ഉള്ള ദുർഗന്ധം കൂടി ഞങ്ങളുടെ മേലേക്ക് പകരണം എന്നുള്ളതാണ് അമിത്ഷായുടെ നിലപാട്. ഇനി പാർട്ടി വളരണമെങ്കിൽ, ഇവിടെ BJPയിലേക്ക് ആൾ വരണമെങ്കിൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം, മകളെ അറസ്റ്റ് ചെയ്യണം, മരുമകനെ അറസ്റ്റ് ചെയ്യണം. അതിന് വ്യക്തമായ തെളിവ് വേണം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിലേക്ക് അറസ്റ്റ് ചെയ്ത പോലെ തിരിച്ചടി കിട്ടുന്ന ഒരു പരിപാടി ചെയ്യണ്ട എന്നുള്ള നിലപാടിലാണ് അമിത്ഷാ എത്തിയിരിക്കുന്നത്. കൃത്യമായ പ്ലാനോടുകൂടി, കൃത്യമായ തെളിവോടുകൂടി അതിൻ്റെ റൂട്ട് വരെ പോയി, അടിത്തട്ട് വരെ പോയി മാന്തി എടുക്കുക. ആ മാന്തി എടുക്കുന്ന ഏർപ്പാടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അതിൽ വിശദമായ ഒരു കാര്യം കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ഈ ലേക്കർ ഇന്ത്യ എന്ന കമ്പനി തുടങ്ങുന്നതിന് വേണ്ടിയുള്ള മൂലധനം ഒരു വേള ഈ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്ന് കിട്ടിയ 2,87,00,000 രൂപ ഇതിലാണോ വിനിയോഗിച്ചിരിക്കുന്നത്, അതോ പിണറായി വിജയന്റെ വീടിനടുത്ത് തന്നെയുള്ള ഒരു 80 സെന്റ് സ്ഥലം വീണ വിജയൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അങ്ങോട്ടേക്കാണോ ഈ പണമെല്ലാം കൈമാറ്റം ചെയ്തത് എന്നുള്ള കൃത്യമായ ചില പരിശോധനകൾ കൂടി ഈ റെയ്ഡിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വീണ വിജയനെ ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ 4 വശത്ത് നിന്ന് ചെക്ക് വയ്ക്കുന്ന ഒരു രീതി ആയിരിക്കില്ലേ EDയുടെ ഭാഗത്തു നിന്നുണ്ടാവും? അല്ല, അതായത് അവര് വളരെ പ്ലാൻഡായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നത്. കേരളത്തിൽ CPMനെ തകർത്ത് CPMന്റെ അണികളെ BJPയിൽ എത്തിക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഘട്ടം ഘട്ടമായിട്ടേക്കും അറസ്റ്റ് നടക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമിത്ഷാ അവിടുത്തെ നിർദ്ദേശപ്രകാരം ആദ്യം പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള നിർദ്ദേശമാണ്. പകരം മകളെ അല്ലെങ്കിൽ മരുമോനെയൊക്കെ അറസ്റ്റ് ചെയ്യാം. മരുമോനെ ആദ്യം അറസ്റ്റ് ചെയ്യും, പിന്നെ ഘട്ടങ്ങളെ മരുമോനായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇവിടെ അറസ്റ്റ് ചെയ്യും. അവരുടെ ഓരോ ചങ്ങലകളും കണ്ണികളും അറുത്തു മാറ്റുക. എന്നിട്ട് അവസാനം ഘട്ടം അങ്ങനെ ഒരു പ്രാദേശിക തലത്തിൽ CPMന് ബന്ധമുള്ള ആളുകളെ ഉള്ള അറുത്ത് മാറ്റി അങ്ങനെ പാർട്ടി ഓരോ ഭാഗത്തും ചിഹ്ന ഭിന്നമാക്കുക. അങ്ങനെ അവസാനം പിണറായിലേക്ക് എത്തുക എന്നുള്ള തന്ത്രമാണ്, ഒരു ചാണക്യൻ തന്ത്രമാണ് അമിത്ഷാ പയറ്റാൻ പോകുന്നത്. എൻഫോഴ്സ്മെൻറ്റുമായിട്ടുള്ള റെയ്ഡിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ കൃത്യമായ രേഖകൾ കിട്ടിക്കഴിഞ്ഞാൽ അറസ്റ്റ് ഉണ്ടാകും. ആ അറസ്റ്റ് ചെന്ന് എത്തിപ്പെടുക അവസാനം പിണറായി വിജയനിലേക്കായിരിക്കും എന്നുള്ള കാര്യം സംശയമില്ല. അതേപോലെ ഈ കേസ് ഒരു ഘട്ടം എത്തുമ്പോഴേക്കായിരിക്കും സ്വർണ്ണക്കള്ളക്കടത്തിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുക, അതുപോലെ ഡോളർ കടത്തിൽ ചോദ്യം ചെയ്യുക, അതേപോലെയുള്ള മറ്റുള്ള കേസുകളിലേക്കും അദ്ദേഹം ഓട്ടോമാറ്റിക്കായി വരും. അതിലെല്ലാം തന്നെ ഏറ്റവും രസകരമായ കാര്യം മകൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കാരണം പിണറായി വിജയനേക്കാൾ ഇത്തരം ഇടപാടുകളെല്ലാം നേരിട്ട് നടത്തിയിട്ടുള്ളത് മകളാണ്. സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടെന്നുള്ളത് എന്താ, പണത്തിനോട് അത്യാഗ്രഹമാണ്, അത്യാർത്തിയാണ് അച്ഛനേക്കാൾ മകൾക്ക്. അതുകൊണ്ട് മോളാണ് യഥാർത്ഥ പ്രതി എന്നുള്ളതാണ് സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുള്ളത്. അത് സത്യമാവാനാണ് സാധ്യത. കാരണം എൻ്റെ അറിവ് പ്രകാരം പല ബിസിനസ്സുകാരും ഇവരുടെ വീട്ടിൽ പോയിരുന്നു. വീട്ടിൽ പോയിട്ട് അവർ പറഞ്ഞത് മിനിമം 100 കോടി രൂപയാണ് ഏറ്റവും ചോദിക്കുന്നത്. അപ്പം അവരെവിടെ എത്തിച്ചേർന്നിരിക്കുന്നു? അവർ സാധാരണ ഉള്ള ഒരു ലേഡിയല്ല. അപ്പം അവർ ഒരു അത്യാഗ്രഹം മൂത്ത് കോടികളിൽ നിന്ന് കോടികളിലേക്ക് പറന്നു വരുന്ന ഒരു മാനസികാവസ്ഥയിലെത്തിയ ഒരു ലേഡി മാത്രമാണ്. അപ്പം പണം ഇങ്ങനെ എടുക്കുമ്പോൾ അവർ ആപ്പാടെ അന്ന് ചിന്തിച്ചിരുന്നത് പണമുണ്ടെങ്കിൽ ഭരണം വീണ്ടും കിട്ടും, പണമുണ്ടെങ്കിൽ ഏത് BJP ഗവൺമെൻറ്റിനെ കൈക്കലാക്കാം, അവർ സംരക്ഷിച്ചോളും, എല്ലാ കാലത്തും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് ഇവിടെ നിലനിർത്താം എന്നൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ BJPക്ക് തന്നെ ഇവിടെ ഗതിയില്ലാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. ആ അവസ്ഥയിൽ ഇവരെ തന്നെ രക്ഷിക്കാനുള്ള ഒരു കാര്യവും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കേന്ദ്രം കൈവിട്ട് കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചന എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ലാവ്ലിൻ കേസും സുപ്രീം കോടതിയിൽ എടുക്കാൻ BJP ഗവൺമെൻറ് നിലപാടെടുക്കുന്നു എന്നുള്ള വിവരം കിട്ടുന്നുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ നിന്ന് കൃത്യമായി ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ടോ എന്നൊരു സംശയം കൂടി എനിക്കുണ്ട്. ഇവിടെ K. സുരേന്ദ്രൻ, V. മുരളീധരനും ആണ് ഇതിൻ്റെ പിന്നിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നതെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ശക്തമായ രൂപത്തിൽ കേരളത്തിലെ BJP പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി, കേരള ജനതയുടെ വികാരം മനസ്സിലാക്കി ഡൽഹിയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തുന്നുണ്ട് എന്നുള്ള ചില വിവരങ്ങളും എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത BJP സംസ്ഥാന പ്രസിഡന്റായിട്ട് ശോഭാ സുരേന്ദ്രൻ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്.